കക്ഷത്തിലെ രോമങ്ങൾ ഷേവ് ചെയ്യാതെ അഭിനയിച്ച ഇന്ത്യൻ സിനിമയിലെ ആദ്യത്തെ അഭിനേത്രി ആരാണ്? ഈ ചോദ്യവുമായാണ് സിനിമാ കേരള നീണ്ട ഇടവേളയ്ക്ക് ശേഷം കടന്നു വരുന്നത്. ആ അഭിനേത്രിയുടെ പേര് നിത്യ. ചിത്രം ലോറി. സംവിധാനം ഭരതൻ. കഥയും തിരക്കഥയും പത്മരാജൻ. ലോറി വ്യത്യസ്തമായ കഥ പറഞ്ഞ ചിത്രമായിരുന്നു. മനുഷ്യ മനസ്സിന്റെ ആസുരഭാവത്തിന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ലോറി. അന്നത്തെ കാലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ സജീവമായിരുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി കണ്ണും ചെവിയുമൊക്കെ പൊട്ടിച്ച് ഭിക്ഷയടിപ്പിക്കുന്ന സംഘങ്ങൾ. ആ സംഘങ്ങളുടെ നായകനാണ് വേലൻ. അയാളൊരു സർക്കസ്കാരനാണ്. അയാൾക്കാരോടും ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു, അവരെ കണ്ണ് ചൂകുന്നെടുത്ത് ബധിരരാക്കി പിച്ചയടിപ്പിക്കുന്നു. ആളൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നു. പെൺകുട്ടിയോട് അയാൾക്കൊരു താല്പര്യം തോന്നുന്നു. അത് വാത്സല്യമാണോ കാമമാണോ എന്ന് തിരിച്ചറിയാത്ത താല്പര്യം. എന്തായാലും വേലൻ തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടി യവനയുക്തയാവുന്നു. ആ പെൺകുട്ടി യവനയുക്തയാകുന്നത് വേലൻ അറിയുന്നത് ഒരു പ്രത്യേക നിമിഷത്തിലാണ്. വേലന് മുമ്പിൽ അവൾ കൈപൊക്കി നിൽക്കുന്നു. സർക്കസ് അഭ്യാസത്തിന്റെ ഭാഗമായി കൈപൊക്കുമ്പോൾ അവളുടെ കക്ഷത്തിലെ രോമങ്ങൾ വേലൻ കാണുന്നു. അവിടെ വെച്ച് വേലന്റെ സമനില തെറ്റുന്നു. അവളുടെ കക്ഷത്തിലെ രോമങ്ങൾ വേലനിൽ ലൈംഗിക ഉത്തേജനം നിറയ്ക്കുന്നു. പിന്നീട് അങ്ങോട്ട് അവളെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങളായി വേലൻ. പക്ഷേ അവളെ സ്വന്തമാക്കാൻ മറ്റു രണ്ടുപേർ കൂടി എത്തുന്നതോടെ സംഘർഷം പുരോഗമിക്കുന്നു. വേലന്റെ സുഹൃത്തായ ലോറി ഡ്രൈവറും കിളിയായ യുവാവും ആ പെൺകുട്ടിയുമായി പ്രണയത്തിലാകുന്നു. ഒടുവിൽ ഒരു മരണക്കളിക്ക് ശേഷം പെൺകുട്ടി ആ യുവാവിന് സ്വന്തമാകുന്നു. വേലനായി അഭിനയിച്ചത് അച്ഛൻകുഞ്ഞ്. ലോറി ഡ്രൈവറായി അഭിനയിച്ചത് ബാലങ്കി നായർ. കിളിയായി അഭിനയിച്ചത് പ്രതാപ് ചന്ദ്രൻ. കക്ഷത്തിലെ രോമങ്ങൾ കാട്ടി അഭിനയിച്ചത് നിത്യ നല്ലൊരു നടിയായിരുന്നു. പക്ഷേ ലോറിയിലൂടെ അവർക്കൊരു നെഗറ്റീവ് ഇമേജ് ലഭിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് ദീർഘകാലം മലയാള സിനിമയിൽ മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പിന്നീട് IB ശശിയുടെ അശ്വരഥത്തിൽ അവർ ഉണ്ടായിരുന്നു. അശ്വരഥത്തിലും അവർ വളരെ സെക്സിയായി അഭിനയിച്ചു. മലയാളത്തിൽ അവർക്ക് വലിയൊരു നിലനിൽപ്പ് ഇല്ലാതായി മാറി. പക്ഷേ മലയാള സിനിമയിൽ എന്നല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ കക്ഷത്തിലെ രോമങ്ങൾ കാട്ടി അഭിനയിച്ച ആദ്യത്തെ നടി നിത്യയാണ്. ഇന്ന് ഫെമിനിസ്റ്റുകൾ പറയുന്നു കക്ഷത്തിലെ രോമങ്ങൾ കാടാണ് എന്ന്, അതെന്റെ അഭിമാനമാണ് എന്ന്. കക്ഷത്തിലെ രോമങ്ങൾ ഷേവ് ചെയ്യണമോ ചെയ്യണ്ടയോ എന്നുള്ളത് അതാത് സ്ത്രീയുടെ മാനസികാവസ്ഥയെ സംബന്ധിച്ചിരിക്കും. പക്ഷെ അന്നത്തെ കാലത്ത് 1970കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് സങ്കീർണതകളുടെ കാലമാണ്. ആ കാലത്ത് കക്ഷത്തിലെ രോമങ്ങൾ ഷേവ് ചെയ്യാതെ അഭിനയിക്കാൻ ധൈര്യം കാട്ടിയ നടിയാണ് നിത്യ. അങ്ങനെയാണ് അവരൊക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. ഇങ്ങനെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നവരെ മലയാള സിനിമ പുതിയ തലമുറയ്ക്ക് അറിയിക്കാനുള്ള, അല്ലെങ്കിൽ പുതിയ തലമുറയെ പരിചയപ്പെടുത്താനുള്ള ബാധ്യത സിനിമാ കേരളയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നീണ്ട 20 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമാ കേരള തിരിച്ചെത്തുമ്പോൾ പുതുമയാർന്ന വാർത്തകളും പുതുമയാർന്ന ന്യൂസുകളുമായി എത്തുന്നത്. അതൊക്കെ സിനിമാ കേരളയുടെ മാത്രം പ്രത്യേകതയാണ്. സിനിമാ കേരളയെ സ്നേഹിച്ച പ്രേക്ഷകർ, എതിർത്ത പ്രേക്ഷകർ, സിനിമാ കേരളയെ തെറി വിളിക്കുന്ന പ്രേക്ഷകർ സിനിമാ കേരള സ്വീകരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. എന്തായാലും സിനിമാ കേരള നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരുമ്പോൾ ഇത്തരത്തിലുള്ള കൗതുകകരമായ വർത്തമാനങ്ങളായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്. കൗതുകകരമായ ചരിത്രങ്ങളായിരിക്കും ഞങ്ങൾക്ക് പറയാനുള്ളത്. ചരിത്രം എപ്പോഴും കൗതുകം നിറഞ്ഞതാണ്. ചരിത്രത്തിന്റെ കൗതുകങ്ങളുടെ മണിച്ചപ്പുകളിലൂടെ കടന്നു പോകുന്ന പ്രേക്ഷകരും സിനിമാ കേരളയും സംവേദിക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ വിജയത്തിന് ആധാരം.